ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇനി നമ്മള് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ് നമ്മൾ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി പോസ്റ്റ് അക്വിസിഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, അക്വയർ ചെയ്തതിന് ശേഷം വരുന്ന പ്രോഫിറ്റിനെയാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദി പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി സബ്സിഡിയറി ആഫ്റ്റർ ദി ഷെയർസ് ഹാവ് ബീൻ അക്വയർഡ് ബൈ ദി പാരന്റ് കമ്പനി ഓർ കോൾഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. എന്താ പറഞ്ഞത്? പാരന്റ് കമ്പനി സബ്സിഡിയറി കമ്പനിയെ അക്വയർ ചെയ്തതിന് ശേഷം സബ്സിഡിയറി കമ്പനി വല്ല പ്രോഫിറ്റ് മേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഇത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. It is shown in the consolidated balance sheet under the head retained earnings or reserves and surplus എന്നാണ്. ഇത് എവിടെയാണ് കാണിക്കുക? നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? ഗുഡ്വില്ലിൽ അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഗുഡ്വിൽ ഓർ ബാർഗെയിൻ പർച്ചേസ് കാണുമ്പോൾ അതിൽ അഡ്ജസ്റ്റ്, നെഗറ്റീവ് ഗുഡ്വില്ല് കാണുമ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക എന്നാ പറഞ്ഞത്. എന്നാൽ ഈ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു കാര്യം, പിന്നെ അത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എവിടെ എടുക്കും എന്നുള്ളത് വേറൊരു പ്രശ്നം. ഓക്കെ, നമ്മളിപ്പോ പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ? നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? കൺസോളിഡേറ്റഡ്, അത് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ എവിടെ എഴുതും എന്നാ പറയുന്നത്? ലയബിലിറ്റി സൈഡിൽ എഴുതും. ഗുഡ്വിൽ ആണെങ്കിൽ അത് എവിടെ എഴുതും? അസറ്റ് സൈഡിൽ എഴുതും. ഇനി നമുക്ക് നെഗറ്റീവ് ഗുഡ്വില്ലാണ് ഒരു ക്യാപിറ്റൽ റിസർവ് ആണ് കിട്ടിയത് എങ്കിൽ അത് എവിടെ എഴുതും? ലയബിലിറ്റി സൈഡിലാണ് എഴുതുക. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഇനി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കുമെന്നാ പറയുന്നത്? അണ്ടർ ദി ഹെഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് അല്ലെങ്കിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിലാണ് കാണിക്കുക. എന്താണെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ. എന്നാൽ പ്രീ അക്വിസിഷൻ ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് അതിൽ നിന്നും റിട്ടേൺ ഏർണിംഗ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഡിഡക്ട് ചെയ്ത് കാണിക്കണം. പ്രോഫിറ്റ് ആണെങ്കിൽ അതിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം, ലോസ് ആണെങ്കിൽ ഡിഡക്ട് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, നോക്കുക. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ട് പി എന്ന് പറയുന്ന കമ്പനിയുടെയും എസ് എന്ന് പറയുന്ന കമ്പനിയുടെയും പിയുടെയും എസിന്റെയും ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ബാലൻസ് ഷീറ്റ് തന്നിട്ട് പി ലിമിറ്റഡ് അക്വയേഴ്സ് 70% ഓഫ് ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ്. അപ്പൊ പി ആണ് പാരന്റ് കമ്പനി, ഇത് സബ്സിഡിയറി കമ്പനിയാണ്. സബ്സിഡിയറി കമ്പനിയുടെ 70% ഷെയർ ആര് അക്വയർ ചെയ്തു? പി എന്ന് പറയുന്ന കമ്പനി അക്വയർ ചെയ്തു. അവിടെ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? അവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം എന്താ? 100% ഷെയർ അക്വയർ ചെയ്തിട്ടില്ല, ഓൺലി 70% ഓഫ് ഷെയർ ആണ് എന്ത് ചെയ്തത്? അക്വയർ ചെയ്തത്. അതുകൊണ്ട് അവിടെ എന്തുണ്ട്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് പി ലിമിറ്റഡ് അക്വയർസ് 70% ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് 2 years ago when the profit and loss balance were as follows. 2 വർഷം കഴിഞ്ഞു കേട്ടോ കുട്ടികളെ. അക്വയർ ചെയ്തതിനു ശേഷം 2 വർഷം കഴിഞ്ഞു. ഓക്കെ, പി എന്ന കമ്പനി എസ് എന്ന കമ്പനി അക്വയർ ചെയ്തു 2 years ago when the profit and loss balance as follows. പി ലിമിറ്റഡ് rupees 1,12,500 ആണ്, എസ് ലിമിറ്റഡ് 60,000 ആണ്. പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്കറിയാം അല്ലെ. പിന്നെ എന്തുണ്ട്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ഉണ്ട് അല്ലെ. മൈനോറിറ്റി ഉണ്ട്, പിന്നെ അതുപോലെ ഗുഡ്വിൽ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ആ ക്വസ്റ്റ്യന്റെ ആദ്യം നമ്മള് കാൽക്കുലേഷൻ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യുക? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഇവിടെ പ്രോഫിറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ, ആ വർഷത്തിന്റെ അവസാനം സബ്സിഡിയറി കമ്പനിയിലേക്കാണ് നോക്കേണ്ടത് കേട്ടോ. സബ്സിഡിയറി കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലേക്ക് നോക്കുക. എസ് ലിമിറ്റഡിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എത്ര ഉണ്ട് എന്നാ പറയുന്നത്? 90,000. അപ്പോ എത്രയുണ്ട്? 90,000 ആണ് അവിടെ ബാലൻസ് ഉള്ളത്. അപ്പോ ആദ്യം നമ്മള് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. പ്രോഫിറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. പ്രോഫിറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. അറ്റ് ദി
എൻഡ് ഓഫ് ദി ഇയറിന്റെ അവസാനത്തിൽ എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടായത് അല്ലെ 90,000 ലെസ് പ്രോഫിറ്റ് അറ്റ് അക്വിസിഷൻ അക്വയർ ചെയ്യുമ്പോഴുള്ള പ്രോഫിറ്റ് ലെസ് പ്രോഫിറ്റ് അറ്റ് അക്വിസിഷൻ നമ്മൾ പറഞ്ഞു അക്വയർ ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ പോസ്റ്റ് എന്ന് പറയുമ്പോ എന്താണ് അക്വയർ ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തു ആ വർഷത്തെ മൊത്തം പ്രോഫിറ്റ് നമ്മൾ കണ്ടു എത്രയാണ് 90,000 ആണ് അതിൽ നിന്നും അക്വയർ ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നതല്ലേ അതിനുശേഷമുള്ള പ്രോഫിറ്റ് യെസ് അപ്പൊ അക്വയർ ചെയ്യുന്നത് വരെയുള്ള പ്രോഫിറ്റ് എവിടെ തന്നിട്ടുണ്ട് സെപ്പറേറ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ട് നോക്കുക P Limited acquires 70% of equity shares of S Limited 2 years ago when the profit and loss balance were as follows. P Limited rupees 1,12,500, S Limited 60,000. Okay. അപ്പൊ എത്രയാണ് അതുവരെയുള്ളത് 60,000 ആണ് അതുവരെയുള്ള പ്രോഫിറ്റ് ബാക്കി എത്ര ഉണ്ടാവും 30,000 ആണ് നമ്മുടെ എന്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അത് ആദ്യം എന്ത് ചെയ്തു കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തി പോസ്റ്റ് അക്വിസിഷൻ രണ്ടാമത് നിങ്ങൾ ആദ്യം തന്നെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുകയല്ല വേണ്ട കേട്ടോ പ്രോബ്ലത്തിലൊക്കെ ചിലപ്പോ അങ്ങനെ കേൾക്കാറും നേരെ തന്നെ പോയിട്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് കേൾക്കാറും ഞാനൊക്കെ തന്നിട്ടുണ്ടാവുക ആദ്യം ഓരോ അഡ്ജസ്റ്റ്മെന്റും ചെയ്തിട്ട് വേണം നിങ്ങൾ ഇപ്പൊ ഇതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കണ്ടെത്തി രണ്ടാമത്തത് കാൽക്കുലേഷൻ ഓഫ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എത്ര മാത്രമേ പിന്നെ പി എന്ന കമ്പനി ഏറ്റെടുത്തിട്ടുള്ളൂ 70% ഉള്ളൂ അല്ലെ ബാക്കി 30% ആരുടെ കയ്യിലാണ് ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിലാണ് അതാണ് വാല്യൂ ഓഫ് 30% ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ടോട്ടൽ 1,60,000 ആണ് അതിന്റെ 30 എന്ന് പറയുന്നത് 48,000 ആണ് ദെൻ അതുപോലെ തന്നെ ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടല്ലോ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അപ്പൊ എത്ര ആയിരിക്കും ഈ 60,000 എന്തായിരിക്കും മക്കളെ ഈ 30,000 എന്താണ് ടോട്ടൽ പ്രോഫിറ്റ് 90,000 ആ വർഷത്തെ ടോട്ടൽ പ്രോഫിറ്റ് 90,000 ആണ് അതിന് പോസ്റ്റ് അക്വിസിഷൻ 3,000 ആണെങ്കിൽ പ്രീ അക്വിസിഷൻ 30,000 ആണെങ്കിൽ പ്രീ അക്വിസിഷൻ എത്രയായിരിക്കും 60,000 ഇത് അക്വയർ ചെയ്തതിന് ശേഷം 30,000 ആണ് അക്വയർ ചെയ്യുന്നതിന് മുമ്പ് 60,000 ആണ് രണ്ടുകൂടി ടോട്ടൽ എത്രയാണ് 90,000 ആണ് അപ്പൊ നമ്മളിവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഷെയർ 1,60,000ന്റെ 30% 48,000 പിന്നെ ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടല്ലോ ഈ 60,000 ഇതിന്റെയും 30% ആർക്ക് കൊടുക്കണം മൈനോറിറ്റിക്ക് കൊടുക്കണം ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടിട്ടോ നമ്മളിപ്പോ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കണ്ടു ഓക്കെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും പ്രീ അക്വിസിഷനും നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ എഴുതി വെച്ചു പോസ്റ്റ് അക്വിസിഷൻ എത്രയാണ് 30,000 അല്ലെ പ്രീ അക്വിസിഷൻ അപ്പൊ എത്രയായിരിക്കും 60,000 ഓക്കെ ഇനി നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ അതിനാദ്യം എത്ര ഷെയർ ആണ് ഷെയറിന്റെ വാല്യൂ എത്രയാണ് സബ്സിഡിയറി കമ്പനി കേട്ടോ 1,60,000 ഇൻറ്റു 30% എന്ന് പറയുന്നത് 48,000 ആണ് മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ ഷെയറിന്റെ എമൗണ്ട് ദെൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന് ഇവർക്ക് ഒരു ഷെയർ കൊടുക്കണ്ടേ ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 60,000 മൊത്തം പാരന്റ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ല ഔട്ട്സൈഡേഴ്സിന് കൊടുക്കേണ്ടത് 30% ഔട്ട്സൈഡേഴ്സിന് കൊടുക്കണം ബാക്കി 70% മാത്രമേ പാരന്റ് കമ്പനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോ ഷെയർ ഇൻ ദി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ എത്രയാണ് 60,000 അല്ലെ 60,000ന്റെ എത്ര പെർസെന്റേജ് 30% അത് എത്ര കിട്ടും 18,000 അടുത്തത് ഷെയർ ഇൻ ദി പോസ്റ്റ് അക്വിസിഷൻ പോസ്റ്റ് 30,000 അല്ലേ അപ്പൊ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ 30,000 രൂപയും പാരന്റ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ല അതിന്റെ 30% ആർക്ക് കൊടുക്കണം മൈനോറിറ്റിക്ക് കൊടുക്കണം അപ്പൊ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30,000 ആണ് 30,000 ഇൻറ്റു 30% അതും അവർക്ക് കൊടുക്കണം എത്രയാണ് 9,000 ഓക്കെ ടോട്ടൽ എത്രയുണ്ട് 75,000 ആണ് ടോട്ടൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഈ എമൗണ്ട് ആണ് നമ്മൾ
കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. ഇനി നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഗുഡ് വില്ലാണോ അതോ കോസ്റ്റ് ഓഫ് കൺട്രോൾ ആണോ ഗുഡ് വിൽ ആണോ എന്ന് കണ്ടെത്തണം അല്ലെ. ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാട്ടോ. അപ്പൊ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരും. നമ്മൾ ഈ പറഞ്ഞ ചിലപ്പോ മൈനോറിറ്റി ഉണ്ടാവും, ചിലപ്പോ ഗുഡ് വിൽ ഉണ്ടാവും, ചിലപ്പോ ഇതൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും ഒക്കെ ഉള്ള പ്രോബ്ലം ആയിരിക്കും വരിക. അപ്പൊ നമ്മള് ആദ്യം എന്ത് ചെയ്യണം? എത്രയാണ് ഗുഡ് വിൽ ആണോ ക്യാപിറ്റൽ റിസർവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ് വിൽ ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ നോക്കേണ്ടത്? ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ ബാലൻസ് ഷീറ്റ് നോക്ക്. ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റില് നമ്മുടെ പാരന്റ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് കോസ്റ്റ്, അതായത് കൺസിഡറേഷൻ പെയ്ഡ് അല്ലെ. കൺസിഡറേഷൻ എത്ര കൊടുത്തിരിക്കണേ? പി എന്ന കമ്പനി മറ്റേ കമ്പനിയെ ഏറ്റെടുക്കാൻ അവരൊരു ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തു. ആ ഇൻവെസ്റ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലിമിറ്റഡ് അറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതിക്കണ്? അതിനെ നമ്മൾ കൺസിഡറേഷൻ പെയ്ഡ് എന്നാ പറയാം. നമ്മൾ വാങ്ങുന്നതിന് കൊടുക്കുന്ന കൺസിഡറേഷൻ ആണ്. എത്രയാണ്? 2 lakh ആണ്. എത്രയാണ്? 2 lakh. ഓക്കെ, കൺസിഡറേഷൻ പെയ്ഡ് എത്രയാണ്? 2 lakh ആണ്. എത്ര ഷെയർ ആണ് വാങ്ങിക്കണത്? 70% ആണ് അല്ലെ. 70% അല്ലേ വാങ്ങിക്കണത്? അപ്പോ നമ്മള് ലെസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ അക്വയർഡ്. പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ അക്വയർഡ്. വാല്യൂ ഓഫ് ഷെയർ അക്വയർഡ്. പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ അക്വയർഡ്. അതായത് 1,60,000 ആണ് മൊത്തത്തിലുള്ള ഷെയറിന്റെ വാല്യൂ. അതിന്റെ 70% ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്വയർ ചെയ്യുന്നത്. അതുപോലെ അതിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ അക്വയർഡ് എത്രയാണ്? 70 അല്ലെ. അതിന്റെ 70% എന്ന് പറയുന്നത് അത് നമ്മൾ ഇന്നർ കോളത്തിലേക്ക് എഴുതാണ്. എത്രയാണ്? 1,12,000 ആണ്. 1,60,000ന്റെ 70% എന്ന് പറയുന്നത് 1,12,000 ആണ്. ഓക്കെ. ഷെയർസ് ഇൻ ദി പ്രീ അക്വിസിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും അതിന് ലെസ് ചെയ്യാൻ വേണ്ടത്. ഷെയർസ് ഇൻ ദി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെ. നമ്മൾ പറഞ്ഞു പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യണം. പോസ്റ്റ് അക്വിസിഷൻ ആണെങ്കിൽ നമ്മൾ എവിടെ എഴുതണം? റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ എഴുതണം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഓക്കെ, അതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് എവിടെ കാണിക്കണം എന്ന് അറിയില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റില് എത്രയാണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 60 ആണ്. 60,000ന്റെ 70% പാരന്റ് കമ്പനിക്കുള്ളതാണ്. അതും കൂടി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? അപ്പൊ 42,000 കിട്ടും. ആ 42,000 ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇതിന് ലെസ് ചെയ്യണം. 1,54,000. 1,54,000 ആണ്. അപ്പൊ 2 lakh എന്ന് 1,54,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 46,000 കിട്ടും. ഇത് 46,000 ഗുഡ് വിൽ ആണോ അതോ നെഗറ്റീവ് ഗുഡ് വിൽ ആണോ? നിങ്ങൾ പറയും. ഗുഡ് വിൽ ആണോ അതോ ബാർഗെയിൻ പർച്ചേസ് ആണോ? പറയൂ. ഗുഡ് വിൽ ആണ്. നമ്മൾ കൊടുത്ത കൺസിഡറേഷൻ കൂടുതലാണ് ഏതിനേക്കാൾ? നമ്മൾ വാങ്ങുന്ന വാല്യൂവിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഷെയറിന്റെ വാല്യൂവിനേക്കാൾ അല്ലെങ്കിൽ നെറ്റ് അസറ്റിനേക്കാൾ കൂടുതലാണ് നമ്മൾ കൊടുത്ത തുക എങ്കിൽ അവിടെ ഗുഡ് വിൽ ആണ്. അതായത് ഇതിൽ നിന്ന് ഇത് കുറക്കുമ്പോൾ പോസിറ്റീവ് ഫിഗർ ആണല്ലോ കിട്ടുക. പോസിറ്റീവ് ആണെങ്കിൽ ഗുഡ് വില്ലും, അതായത് ഇവിടെ വലിയ സംഖ്യ ഇവിടെ ചെറിയ സംഖ്യ ആണെങ്കിൽ നെഗറ്റീവ് അല്ലേ വരിക. നെഗറ്റീവ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ബാർഗെയിൻ പർച്ചേസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ് വിൽ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലെ. ഇപ്പൊ എന്തൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, ഗുഡ് വില്ല്. ഓക്കെ, ഇത്രയൊക്കെ തന്നെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വരുള്ളൂ കേട്ടോ. മാക്സിമം ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും വരൂല. ഓക്കെ, ഓരോന്നും നിങ്ങൾ പഠിച്ചു വെക്കാന്നുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കി? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോ ശ്രദ്ധിക്കുക, നമുക്ക് ഒറ്റ കോളം മതി. നമുക്ക് ഒറ്റ കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ്. നമ്മൾ ആ 2 കമ്പനിയും കൂടി ഒന്നാക്കി എഴുതാണ് അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും സബ്സിഡറി കമ്പനിയുടെ ഷെയർ ഇനി നമ്മൾ എടുക്കൂല. ഓക്കെ, നമ്മൾ ഏത് മാത്രമേ എഴുതാൻ പാടുള്ളൂ? പാരന്റ് കമ്പനി. എത്രയാണ് ഷെയർ ക്യാപിറ്റൽ? 4 ലക്ഷം. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ആരുടേത് മാത്രമാണ്? നമ്മുടെ പാരന്റ് കമ്പനിയുടെ അല്ലെ. 1,80,000 പാരന്റ് കമ്പനിയുടെ പ്രോഫിറ്റും എഴുതുക. അതിന്റെ കൂടെ എന്തും കൂടി എഴുതണം എന്നാ പറയുന്നത്?
പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും കൂടി കാണിക്കണം. നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രീ അക്വിസിഷൻ ആണെങ്കിൽ ഗുഡ് വില്ല് കാണുമ്പോൾ എഴുതുക, അതാണ് നമ്മളിപ്പോ ഇവിടെ എഴുതിയത്. പോസ്റ്റ് അക്വിസിഷൻ ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അതാണ് നമ്മൾ ആ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ് 30,000ന്റെ 70% അവിടെ കാണിച്ചു 21,000. അങ്ങനെ ടോട്ടൽ 2,01,000. പിന്നെന്താണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. ഞാൻ വീണ്ടും പറയാണ്, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എവിടെ എഴുതണം? ലയബിലിറ്റി സൈഡ് ഓഫ് ദി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അതേപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും എവിടെ എഴുതണം? പാരന്റ് കമ്പനിയുടെ ഭാഗം മാത്രം കേട്ടോ, മൊത്തം എഴുതാൻ പാടില്ല. ഇപ്പൊ 30,000 എന്ന് പറഞ്ഞാൽ മൊത്തം പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അതിന്റെ 70% മാത്രമേ പാരന്റിനുള്ളൂ, ബാക്കി 30% ആർക്കുള്ളതാണ്? മൈനോറിറ്റിക്ക് ഉള്ളതാണ്. ഓക്കെ, അത് നമ്മൾ എഴുതി. പിന്നെ കറണ്ട് ലയബിലിറ്റീസ് വരുമ്പോ 2 കമ്പനിയുടേതും കൂടി ആഡ് ചെയ്ത് എഴുതണം. ബാക്കിയൊന്നും അങ്ങനെ എഴുതാൻ പാടില്ല. ക്യാപിറ്റൽ പാരന്റ് കമ്പനിയുടേത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ പ്രോഫിറ്റും റീറ്റെയിൻഡ് ഏർണിങ്സും കാര്യങ്ങളൊക്കെ പാരന്റ് കമ്പനിയുടേത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതിന്റെ കൂടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ നമുക്ക് കിട്ടുന്ന പാരന്റ് കമ്പനിക്കുള്ള പെർസെന്റേജും അതിന്റെ കൂടെ എഴുതണം. പിന്നെ കറണ്ട് ലയബിലിറ്റി രണ്ടും ആഡ് ചെയ്ത് എഴുതി. ഓക്കെ, ഇനി അസറ്റ് സൈഡിലേക്ക് നോക്കുക. എന്താ ഉള്ളത്? ആ ടോട്ടൽ അസറ്റ് 2 കമ്പനിയുടെയും അസറ്റ് ആഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ അസറ്റ് വന്നു. എന്താണത്? ഗുഡ് വില്ല്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലേ? അപ്പൊ ഗുഡ് വില്ല് നമ്മൾ എവിടെ എഴുതും? നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എഴുതും. അങ്ങനെ ഈ ബാലൻസ് ഷീറ്റ് ടാലി ആയി. ഓക്കെ, ഇതാണ് നമ്മുടെ 15 മാർക്കിന് ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, താങ്ക് യു.